ഗൈസ് വൈബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ പരിപാടി വേറെ ലെവൽ ആയിട്ടാണ് കേട്ടോ. നമ്മുടെ ഈ ചങ്കുകൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വീട്ടിൽ നിന്ന് കുറച്ച് പാറ്റയും പിടിച്ചോണ്ട് വന്നിരിക്കുവാണ്. എന്നാൽ കൊണ്ടുവന്ന പാറ്റകളാവട്ടെ ഡപ്പി തുറന്നെടുക്കാൻ നേരം ഓരോന്നായി എടുത്തു ചാടി ഓടിക്കൊണ്ടിരിക്കുവാണ്. പക്ഷേ നമ്മൾ അവന്മാരെ അങ്ങനെ അങ്ങോട്ട് വിടാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്തെന്നാൽ പാറ്റയെ കൊരുത്ത് എയറിൽ നിർത്തിയുള്ള സ്നേക്ക് ഫിഷിംഗ് ആണ്. സ്പോട്ടിൽ കിടന്ന ഒരു അടയ്ക്കാമരത്തിന്റെ തടിയുടെ ചീളെടുത്തിട്ട് അത് ഇതുപോലെ വെള്ളത്തിലേക്ക് ഇറക്കി നിർത്തിയിട്ടുണ്ട്. ഇതിന്റെ തുമ്പിലൂടെ ലൈൻ ഇറക്കി വിട്ടിട്ട് പാറ്റയുടെ കാലുകൾ വെള്ളത്തിൽ തൊടുന്ന രീതിയിൽ നിർത്തിയിരിക്കുവാണ്. സത്യത്തിൽ ഈ പാറ്റകൾ സ്നേക്കഡിന്റെ വംശത്തിൽ വരുന്ന മീനുകളുടെ ഒരു വീക്ക്നെസ് തന്നെയാണ് കേട്ടോ. പാറ്റയുടെ കാലുകൾ ഇതുപോലെ വെള്ളത്തിൽ തൊടുന്ന രീതിയിൽ കെട്ടി നിർത്തിയാൽ ഇവന്മാർ കാലുകൊണ്ട് ഉണ്ടാക്കുന്ന വൈബ്രേഷൻ സ്നേക്കഡ് മീനുകളെ പെട്ടെന്ന് തന്നെ ആകർഷിക്കുന്നു. വൈബ്രേഷൻ കണ്ട് വരാൽ മീനുകൾ വന്ന് സംഗതി പാറ്റയാണെന്ന് കൂടി കണ്ടു കഴിഞ്ഞാൽ ഇവന്മാർ ചാടി ഒരു ഒറ്റ അടിയായിരിക്കും. ഈ അടിയിൽ ഹുക്ക് കറക്റ്റ് കയറുവാണെങ്കിൽ മീൻ അവിടെ ലോക്കാണ് കേട്ടോ. എന്തായാലും സ്പോട്ടിലെ പലയിടങ്ങളിലായി നമ്മൾ പാറ്റകളെ തൂക്കി നിർത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു 2 മണിക്കൂർ ഗ്യാപ്പിന് ശേഷം വളരെ പ്രതീക്ഷയോടെ നമ്മൾ സ്പോട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവിടെ ചാരി വെച്ചിരുന്ന അടയ്ക്കാമരത്തിന്റെ ചീള് വെള്ളത്തിലേക്ക് വീണ് നല്ല രീതിക്ക് അനങ്ങുന്നുണ്ട്. പക്ഷേ നമ്മുടെ നിർഭാഗ്യത്തിന് അടുത്തെത്തിയപ്പോഴേക്കും മീൻ ഇതിൽ നിന്നും ഊരിപ്പോയി കേട്ടോ. ഇതിനുശേഷം നമ്മൾ സ്പോട്ടിൽ സെറ്റ് ചെയ്തിരുന്ന ഓരോ ചൂണ്ടകൾ എടുത്ത് നോക്കുമ്പോഴും ഇതിൽ നിന്നൊക്കെ പാറ്റകൾ മിസ്സിംഗ് ആണ്. അവസാനം ഒരു സ്ഥലത്തെ ചൂണ്ട ചെക്ക് ചെയ്യാൻ പോയപ്പോ അവിടുത്തെ ലൈൻ നല്ല രീതിക്ക് വലിഞ്ഞു നിൽക്കുവാണ്. പ്രതീക്ഷയുടെ ലൈൻ പിടിച്ച് വലിച്ചപ്പോ സംഗതി നല്ല വെയിറ്റ് ഉണ്ട്. സംഭവം നമ്മുടെ പാറ്റ ഉപയോഗിച്ചിട്ടുള്ള ഫിഷിംഗിൽ നല്ല കൊഴുത്ത ഒരു നാടൻ വരാലിനെ അടിച്ചു കിട്ടിയിരിക്കുവാണ് കേട്ടോ. പാറ്റയെ ചാടി സ്ട്രൈക്ക് ചെയ്തപ്പോ ഹുക്ക് അവന്റെ വായിൽ കറക്റ്റ് തറച്ച് കയറിയിരിക്കുവാണ്. സത്യത്തിൽ ഇതുപോലെ ഒരു കെണി സെറ്റ് ചെയ്ത് വെച്ച് അതിലൊരു മീൻ കുടുങ്ങുമ്പോൾ കിട്ടുന്ന സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. എന്തായാലും ഈ കിട്ടിയ മുതലിനെ നമ്മൾ വെറുതെ ഒന്ന് തൂക്കി നോക്കാൻ പോവുകയാണ് കേട്ടോ.